യഥാർത്ഥത്തിൽ ജയിച്ചത് ആരാണ്? ഈ ചതിയന്മാരുടെ നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. ഇടതു കൈയും വെട്ടിമാറ്റി 2 കൈകളും നഷ്ടപ്പെട്ടു. ആ ധീരയോദ്ധാവ് തോറ്റുകൊടുത്തില്ല. അദ്ദേഹം ആ വെള്ളപ്പാത്രം തൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചു. അബ്ബാസ്, നിന്റെ വേർപാടോടെ എൻ്റെ നടുവടിഞ്ഞുപോയി. ഇനി എനിക്കാരുമില്ല. 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ പിഞ്ചു കഴുത്ത് തുളച്ചു കിടന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞു ഒന്ന് പിടഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് 5000-ലധികം വരുന്ന വൻ സായുധ സൈന്യം, മറുവശത്തോ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വെറും 72 പേർ. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു പോരാട്ടം. ആ കഥ തുടങ്ങുന്നത് ഹിജ്റ വർഷം 60-ലാണ്. അതുവരെ ഇസ്ലാമിക ലോകം ഭരിച്ചിരുന്നത് ദീർഘവീക്ഷകനായ മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം തൻ്റെ മരണശൈലിയിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. തൻ്റെ മരണശേഷം മകൻ യസീദ് അടുത്ത ഭരണാധികാരിയാകും. കേൾക്കുമ്പോൾ നമുക്കിത് വെറുമൊരു അധികാര കൈമാറ്റമായി തോന്നാം. പക്ഷേ അന്നത്തെ മദീനയിലെ ജനങ്ങൾക്ക് അതൊരു വലിയ ഞെട്ടലായിരുന്നു. യസീദ് അധികാരമേറ്റയുടൻ മദീനയിലെ ഗവർണർക്ക് ഒരു അടിയന്തര കത്തയച്ചു. മദീനയിലുള്ള പ്രമുഖരെ കൊണ്ട് എന്നെ ഭരണാധികാരിയായി അംഗീകരിപ്പിക്കുക, അതായത് ബൈഅത്ത് ചെയ്യിപ്പിക്കുക എന്നായിരുന്നു അത്. പ്രത്യേകിച്ച് പ്രവാചകന്റെ പേരമകൻ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്. അദ്ദേഹം അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലവെട്ടുക. ഗവർണർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി യസീദിനെ ഖലീഫയായി അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടു. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായ യസീദിനെ ഒരു വാക്കുകൊണ്ട് അംഗീകരിച്ചാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കോടിക്കണക്കിന് പണവും വലിയ പദവികളും നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോരയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? ആ കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടുകൾ വിറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യസീദിനെ പോലെ ഒരു അധർമ്മകാരിയെ പ്രവാചകന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നത് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതിന് എൻ്റെ ജീവൻ പോവേണ്ടി വന്നാൽ പോലും അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചറിയുകയാണ്. കാരണം യസീദിൻ്റെ ആളുകൾ തന്നെ മദീനയിൽ വെച്ച് രഹസ്യമായി വധിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം തൻ്റെ കുടുംബത്തെയും കൂട്ടി മക്കയിലേക്ക് യാത്ര തിരിച്ചു. മക്കയിൽ താമസിക്കുമ്പോഴാണ് ഇറാഖിലെ കൂഫ എന്ന നഗരത്തിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തുകളുടെ പ്രവാഹമുണ്ടാകുന്നത്. 1-2 കത്തുകളല്ല, ആയിരക്കണക്കിന് കത്തുകൾ. കൂഫക്കാരുടെ ആയിരക്കണക്കിന് കത്തുകൾ കണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ണടച്ച് ഇറങ്ങിപ്പുറപ്പെടുകയല്ല ചെയ്തത്. കൂഫയിലെ ജനങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി, അവർ തന്നെ സംരക്ഷിക്കാൻ കെൽപ്പുണ്ടോ എന്നറിയാൻ അദ്ദേഹം തൻ്റെ വിശ്വസ്തനായ കുടുംബക്കാരൻ മുസ്ലിം ബിൻ അഖീൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു രഹസ്യ ദൂതനായി കൂഫയിലേക്ക് അയക്കുകയാണ്. ഹിജ്റ 60 റമദാൻ മാസത്തിൽ മുസ്ലിം ബിൻ അഖീൽ കൂഫയിൽ എത്തുന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായിരുന്നു. പ്രവാചകപുത്രന്റെ ദൂതൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് കൂഫയിലെ ജനങ്ങൾ ഇരച്ചെത്തി. ഏകദേശം 18,000-ലധികം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മുസ്ലിം ബിൻ അഖീലിന്റെ കൈപിടിച്ചു ബൈഅത്ത് ചെയ്തു. ഇത് കണ്ട് ആവേശഭരിതനായ മുസ്ലിം ബിൻ അഖീൽ മക്കയിലുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയച്ചു. പ്രിയപ്പെട്ട ഹുസൈൻ, ഇവിടെ കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. 10,000-കണക്കിന് ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം കൂഫയിലേക്ക് പുറപ്പെടൂ. ഈ കത്ത് കിട്ടിയ ശേഷമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബവുമായി മക്കയിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. എന്നാൽ കത്തയച്ചതിനു ശേഷം കൂഫയിൽ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. കൂഫയിലെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയാണെന്ന വിവരം യസീദ് അറിയുകയാണ്. ഉടനടി യസീദ് തൻ്റെ ക്രൂരനായ ഗവർണർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ കൂഫയിലേക്ക് അയച്ചു. ഇബ്നു സിയാദ് കൂഫയിൽ വന്നിറങ്ങിയത് ഒരു ക്രൂരമായ ഭരണതന്ത്രവുമായിട്ടായിരുന്നു. അവൻ കൂഫയിലെ വലിയ ഗോത്രത്തലവന്മാരെയും പ്രമുഖന്മാരെയും വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചാൽ യസീദിൻ്റെ വലിയൊരു സൈന്യം വന്ന് നിങ്ങളുടെ വീടുകൾ തകർക്കും, നിങ്ങളുടെ മക്കളെ കൊന്നുകളയും. എന്നാൽ നിങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൻതോതിൽ പണവും പദവികളും തരാം. ജീവനും പണത്തിനും മുന്നിൽ കൂഫക്കാരുടെ ആവേശം ചോർന്നുപോയി. അവർ ഭയന്നു വിറച്ചു. ഒരു ദിവസം മുമ്പ് വരെ 18,000 പേർ ഒപ്പമുണ്ടായിരുന്ന മുസ്ലിം ബിൻ അഖീൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ചുറ്റും ആരുമില്ല. രാത്രി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പള്ളിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരൊറ്റ കൂഫക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയന്ന് ഒളിച്ചു കളഞ്ഞു. ആ വലിയ നഗരത്തിൽ വഴിയറിയാതെ അഭയമില്ലാതെ ആ ദൂതൻ ഒറ്റപ്പെട്ടു. ഒടുവിൽ ഒരു സ്ത്രീ അദ്ദേഹത്തിന് അഭയം നൽകിയെങ്കിലും അവരുടെ മകൻ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മയോട് ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദൂതനാണ്. അപ്പോൾ ആ മകൻ പറഞ്ഞു, ഈ ദൂതനെ കൊട്ടാരത്തിൽ എത്തിക്കുന്നവർക്ക് വലിയ പാരിതോഷികമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് ആ സ്ത്രീയുടെ മകൻ ഇബ്നു സിയാദിന്റെ ആളുകൾക്ക് വിവരം ചോർത്തിക്കൊടുത്തു. ശത്രു സൈന്യം ആ വീട് വളഞ്ഞു. മുസ്ലിം ബിൻ അഖീൽ ഒറ്റയ്ക്ക് നിന്ന് സിംഹത്തെപ്പോലെ പോരാടിയെങ്കിലും ഒടുവിൽ അവർ അദ്ദേഹത്തെ പിടികൂടി. ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ കെട്ടിയിട്ട് കൊണ്ടുപോയി. മരിക്കുന്നതിന് മുമ്പ് മുസ്ലിം ബിൻ അഖീൽ കണ്ണുകൾ നിറഞ്ഞു. അത് സ്വന്തം ജീവനെയോർത്തായിരുന്നില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ അയച്ച കത്ത് വിശ്വസിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഹുസൈനും അദ്ദേഹത്തിൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളും ഈ ചതിയന്മാരുടെ നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, അവരെ നീ രക്ഷിക്കണേ. കൊട്ടാരത്തിനു മുകളിൽ കൊണ്ടുപോയി ആ ക്രൂരന്മാർ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ തലവെട്ടി താഴേക്കെറിഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദൂതൻ കൂഫയിലെ മണ്ണിൽ ഷഹീദായി വീണു. തൻ്റെ ദൂതൻ കൊല്ലപ്പെട്ട വിവരം കൂഫക്കാർ ചതിച്ച വിവരവും അറിയാതെയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അപ്പോഴേക്കും കർബല ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരുന്നത്. ഹിജറ വർഷം 61 മുഹറം മാസം കൂഫക്ക് അടുത്തെങ്ങും എത്താൻ കഴിയാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും യസീദിൻ്റെ സൈന്യം വഴിയിൽ വെച്ച് വളഞ്ഞു. അവർ വന്നെത്തിയ കർബല എന്ന വിജനമായ ചുട്ടുപഴുത്ത മരുഭൂമിയിലായിരുന്നു. സ്ത്രീകളും കുട്ടികളും അവിടെ തമ്പടിച്ചു. യസീദിനെ ഭരണാധികാരിയായി അംഗീകരിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഇതായിരുന്നു അവർക്ക് മുന്നിലെ ഒരേയൊരു ചോയ്സ്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനീതിക്ക് മുന്നിൽ തലകുനിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയം മരണമാണ്. ഒടുവിൽ മുഹറം 10 ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ ദാരുണമായ കൂട്ടക്കൊല നടന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കൾ ഓരോരുത്തരായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ദാഹം കൊണ്ട് ശരീരം തളർന്നിട്ടും അവർ സിംഹങ്ങളെപ്പോലെ പോരാടി വീണു. നെഞ്ചു തകർക്കുന്ന മറ്റൊരു സംഭവമാണ് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയ കഥ. കർബലയിലെ കൂടാരങ്ങളിൽ ദാഹം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ദാഹിച്ചു വലഞ്ഞു മരിക്കാറായിരിക്കുന്നു. സിംഹത്തെപ്പോലെയുള്ള വീര്യമുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് നെഞ്ചുപൊട്ടിയ അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്ന് അനുവാദം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എനിക്ക് യുദ്ധം ചെയ്യേണ്ട, പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ ഒരിറ്റു വെള്ളം കൊണ്ടുവരാൻ എന്നെ അനുവദിക്കൂ. ഹുസൈൻ റളിയല്ലാഹു അൻഹു അനുവാദം നൽകി. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കൈയിൽ തൻ്റെ കുതിരയുടെ ലഗാമും മറുകൈയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൻ്റെ പതാകയും തോളിൽ വെള്ളം നിറക്കാനുള്ള ഒരു തോൽപാത്രവും കരുതി തൻ്റെ കുതിരപ്പുറത്ത് യൂഫ്രട്ടീസ് നദി ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. യൂഫ്രട്ടീസ് നദിക്ക് കാവൽ നിന്നിരുന്നത് യസീദിൻ്റെ ആയിരക്കണക്കിന് ഭടന്മാരായിരുന്നു. തനിച്ചു വരുന്ന അബ്ബാസിനെയാണ് അവർ കണ്ടത്. എന്നാൽ മരണത്തെ ഭയമില്ലാത്ത അബ്ബാസ് റളിയല്ലാഹു അൻഹു ശത്രുപടയിലേക്ക് സിംഹത്തെ പോലെ ഇരച്ചു കയറി. അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ മൂർച്ചയ്ക്ക് മുന്നിൽ ശത്രുക്കൾ ചിതറിയോടി. വഴിമാറിക്കൊടുത്ത ശത്രുക്കളെ വകഞ്ഞു മാറ്റി അദ്ദേഹം അരികിലെത്തി കുതിരയുടെ വെള്ളത്തിലിറക്കി. അദ്ദേഹം തൻ്റെ തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു. 3 ദിവസമായി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാത്ത അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈകളിൽ ഒരൽപ്പം വെള്ളം കോരിയെടുത്തു. വരണ്ട തൊണ്ടയിലേക്ക് ആ വെള്ളം കുടിക്കാൻ ആഞ്ഞ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കൂടാരത്തിൽ ദാഹിച്ചു കരയുന്ന തൻ്റെ ജ്യേഷ്ഠൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മുഖം ഓർമ്മ വരികയാണ്. അദ്ദേഹം ആ വെള്ളം തിരികെ നദിയിലേക്ക് തന്നെ ഒഴുകിക്കളഞ്ഞു. എന്നിട്ട് സ്വയം പറഞ്ഞു, എൻ്റെ നേതാവും കുഞ്ഞുങ്ങളും ദാഹിച്ചു മരിക്കുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കുകയോ? ഒരിക്കലുമില്ല. അദ്ദേഹം വെള്ളം കുടിക്കാതെ ആ പാത്രവുമായി കൂടാരത്തിലേക്ക് തിരിച്ചു പാഞ്ഞു. വെള്ളവുമായി അബ്ബാസ് കൂടാരത്തിലേക്ക് വരുന്നത് ശത്രുക്കൾ കണ്ടു. ആ വെള്ളം കൂടാരത്തിലെത്തിയാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിന് വീണ്ടും ജീവൻ വെക്കും. അതുകൊണ്ട് അബ്ബാസിനെ തടയുക എന്ന് ശത്രു സൈനാധിപൻ വിളിച്ചു പറയുകയാണ്. ആയിരക്കണക്കിന് അമ്പുകൾ അബ്ബാസിന് നേരെ പാഞ്ഞു വന്നു. ശത്രുക്കൾ പിന്നിൽ നിന്ന് ഓടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വലതു കൈ വെട്ടിമാറ്റി. എന്നാൽ അബ്ബാസ് പിന്മാറിയില്ല. അദ്ദേഹം വെള്ളപ്പാത്രം ഇടതു കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. തൊട്ടടുത്ത നിമിഷം ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ഇടതു കൈയും വെട്ടിമാറ്റി. 2 കൈകളും നഷ്ടപ്പെട്ടു. ആ ധീരയോദ്ധാവ് തോറ്റുകൊടുത്തില്ല. അദ്ദേഹം ആ വെള്ളപ്പാത്രം തൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചു. കുതിരയെ വേഗത്തിൽ ഓടിച്ചു. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെള്ളം എത്തിക്കുക മാത്രമായിരുന്നു ആ മനസ്സിൽ. പക്ഷേ ക്രൂരനായ ഒരു ശത്രുവിൻ്റെ അമ്പ് വന്ന് ആ വെള്ളപ്പാത്രത്തിൽ തറച്ചു. പാത്രം കീറി വെള്ളമെല്ലാം കർബലയിലെ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി. അതോടെ അബ്ബാസിൻ്റെ പ്രതീക്ഷകൾ തകർന്നു. ആ സമയത്താണ് മറ്റൊരു ഇരുമ്പ് ദണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ പതിക്കുന്നത്. കൈകളില്ലാത്ത ആ യോദ്ധാവ് കുതിരപ്പുറത്ത് നിന്ന് മണലിലേക്ക് വീണു. മരണസമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹോദര ഹുസൈൻ, അബ്ബാസിൻ്റെ വിടവാങ്ങൽ സലാം സ്വീകരിക്കൂ. ഓടിയെത്തിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടത് 2 കൈകളും നഷ്ടപ്പെട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അനിയനെയാണ്. അബ്ബാസിൻ്റെ തല തൻ്റെ മടിയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അബ്ബാസ്, നിന്റെ വേർപാടോടെ എൻ്റെ നടുവടിഞ്ഞുപോയി. ഇനി എനിക്ക് ആരുമില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന പുരുഷന്മാരെല്ലാം ഷഹീദായി കഴിഞ്ഞു. കൂടാരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് ബാക്കി.
കഠിനമായ ചൂട്, ചുറ്റും ശത്രുപ്പട. കഴിഞ്ഞ് 3 ദിവസമായി ആ കൂടാരങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും എത്തിയിട്ടില്ല. ദാഹം സഹിക്കാനാവാതെ കുഞ്ഞുങ്ങൾ കരയുകയാണ്. ആ കൂട്ടത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവൻ്റെ 6 മാസം മാത്രം പ്രായമുള്ള മകൻ അലി അസ്ഗർ. ദാഹം കൊണ്ട് ആ കുഞ്ഞിൻ്റെ തൊണ്ട ഉണങ്ങി വരണ്ടു. കരയാൻ പോലും ശബ്ദമില്ലാതെയായി. ഉമ്മയുടെ നെഞ്ചിൽ കുഞ്ഞിന് കൊടുക്കാൻ ഒരു തുള്ളി പാല് പോലുമില്ലായിരുന്നു. കുഞ്ഞ് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് കണ്ട് ആ ഉമ്മയുടെ നെഞ്ചു തകർന്നു. മകൻ്റെ ഈ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനെയും എടുത്ത് ശത്രു സൈന്യത്തിൻ്റെ മുന്നിലേക്ക് നടന്നു. അദ്ദേഹം കുഞ്ഞിനെ 2 കൈകളിലേക്കുമായി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യസീദിൻ്റെ സൈന്യത്തോട് വിളിച്ചു പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എന്നോട് നിങ്ങൾക്ക് ശത്രുതയുണ്ടാകാം, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാനും വന്നതാകാം. എന്നാൽ ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്നെ നിങ്ങൾ കൊന്നോളൂ, പക്ഷേ ദാഹിച്ചു മരിക്കാറായ ഈ പിഞ്ചു കുഞ്ഞിന് ഒരൽപ്പം വെള്ളം തരുമോ? പെറ്റമ്മയുടെ കയ്യിൽ നിന്നൊരിറ്റ് വെള്ളത്തിനായി ഒരു പിതാവ് ശത്രുക്കളുടെ മുന്നിൽ കുഞ്ഞിനെ നീട്ടിയ ആ കാഴ്ച കണ്ട് യസീദിൻ്റെ സൈന്യത്തിലെ ചില ഭടന്മാരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. സൈന്യത്തിനിടയിൽ ഒരു പിറുപിറുപ്പുയർന്നു. ഇതുകണ്ട് പരിഭ്രാന്തനായ ശത്രു സൈന്യത്തിൻ്റെ കമാൻഡർ ഉമർ ബിൻ സാദ് തൻ്റെ കൂടെയുള്ള ക്രൂരനായ അമ്പെയ്ത്തുകാരൻ ഹർമലയോട് പറഞ്ഞു, ഹർമല, ആ കുഞ്ഞിൻ്റെ ദാഹം തീർക്കൂ, ഇല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് ഭിന്നിപ്പുണ്ടാകും. ഹർമല എന്താണെന്ന് ചെയ്തത് അറിയാമോ? ആ ക്രൂരൻ ഒരൽപ്പം വെള്ളമല്ല ആ കുഞ്ഞിന് നൽകിയത്, ഒപ്പം ഉണ്ടായിരുന്നവരിൽ വെച്ച് ഏറ്റവും മൂർച്ചയേറിയ അമ്പ് അവൻ വില്ലിൽ തൊടുത്തു. തുടർന്ന് ആ ക്രൂരൻ അമ്പെയ്തു. വായുവിനെ കീറി മുറിച്ചു വന്ന ആ ഭീകരമായ അമ്പ് ഒരിറ്റു വെള്ളത്തിനായി വാതുറന്ന ആ 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ പിഞ്ചു കഴുത്ത് തുളച്ചു കിടന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞു ഒന്ന് പിടഞ്ഞു. തൻ്റെ കുഞ്ഞു ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയോടെ അലി അസ്ഗർ ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്വന്തം മകൻ്റെ ചോര ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലേക്ക് ഒലിച്ചിറങ്ങി. ചോര നിറഞ്ഞ ആ കൈകൾ കൊണ്ട് അദ്ദേഹം മുഖം തുടച്ചു. ഒരു തുള്ളി വെള്ളത്തിന് പകരം കുഞ്ഞിൻ്റെ ജീവനൊടുത്ത ആ ക്രൂരതയ്ക്ക് മുന്നിൽ പ്രവാചക പുത്രൻ തകർന്നുപോയി. മരിച്ച കുഞ്ഞുമായി തിരികെ കൂടാരത്തിലേക്ക് നടക്കുമ്പോൾ ആ ഉമ്മക്ക് മുന്നിൽ എങ്ങനെ നിൽക്കുമെന്ന് ആ പിതാവിന് അറിയില്ലായിരുന്നു. അവസാനം ഹുസൈൻ ഒറ്റക്കായി. ദാഹിച്ചു വലഞ്ഞ ആ ശരീരത്തിലേക്ക് 100 കണക്കിന് അമ്പുകളും കുന്തങ്ങളും തറച്ചു കയറി. എങ്കിലും ഒരു സിംഹത്തെപ്പോലെ അദ്ദേഹം ശത്രുക്കൾക്ക് നേരെ പോരാടി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ഗാംഭീര്യത്തിനു മുന്നിൽ ഭയന്ന് വിറച്ച യസീദിൻ്റെ സൈന്യം അദ്ദേഹത്തെ കൂട്ടമായി വന്ന് വളഞ്ഞു. ശരീരത്തിൽ നിന്ന് ചോരയൊലിച്ച് ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് ഒടുവിൽ അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്തു നിന്ന് ആ മണലിലേക്ക് വീണു. ആ സമയത്തും അദ്ദേഹം തൻ്റെ റബ്ബിനെ ഓർക്കുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ അസ്ർ നമസ്കാരത്തിനായി അദ്ദേഹം മണലിൽ സുജൂദിലേക്ക് വീണു. ഒരു ഭരണാധികാരിക്ക് മുന്നിലും തലകുനിക്കാത്ത ആ പവിത്രമായ തല തൻ്റെ സൃഷ്ടാവിന് മുന്നിൽ സുജൂദിലായി. ആ നിമിഷം യസീദിൻ്റെ സൈന്യത്തിലെ ക്രൂരനായ ഷിമിർ എന്നയാൾ ഓടിയെത്തി സുജൂദിൽ കിടക്കുകയായിരുന്ന പ്രവാചക പുത്രൻ്റെ കഴുത്തിലേക്ക് അവൻ മൂർച്ചയേറിയ വാൾ വെച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലത്ത് ഉമ്മ വെച്ചിരുന്ന ആ പവിത്രമായ കഴുത്ത് ആ ക്രൂരൻ വെട്ടിയെടുത്തു. ആ വിശുദ്ധ രക്തം കർബലയിലെ മണലിലേക്ക് ഒലിച്ചിറങ്ങി. അനീതിക്ക് മുന്നിൽ ജീവൻ പോയാലും തലകുനിക്കില്ല എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ആകാശവും ഭൂമിയും ഒരുപോലെ കരഞ്ഞ നിമിഷമായിരുന്നു അത്. കർബലയിലെ ആ ഭൂമിയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയറുത്തുകൊണ്ട് യസീദിൻ്റെ സൈന്യം ആ യുദ്ധം ജയിച്ചു എന്ന് താൽക്കാലികമായി ചരിത്രത്തിൽ എഴുതപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ ജയിച്ചത് ആരാണ്? നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ന് ലോകം ആരെയാണ് ഓർക്കുന്നത്? സ്വന്തം മക്കളെയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടിട്ടും അനീതിക്ക് മുന്നിൽ തലകൊനിക്കാനാകാത്ത ആ മഹാമനസ്കനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയല്ലേ ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ഒരു പേര് ആവേശമായി വിപ്ലവമായി ജീവിക്കുന്നു. എന്നാൽ യസീദി എന്ന പേര് ക്രൂരതയുടെയും ചതിയുടെയും അടയാളമായി ചരിത്രത്തിൻ്റെ ചരൽക്കുഴിയിൽ മൂടപ്പെട്ടുപോയി. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അനീതിക്കെതിരെ എങ്ങനെ പോരാടണമെന്നും എങ്ങനെ വിജയകരമായി രക്തസാക്ഷിത്വം വരിക്കണമെന്നും ഞാൻ പഠിച്ചത് ഹുസൈനിൽ നിന്നാണെന്ന് നമ്മുടെ മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആ കർബലയിൽ ഷഹീദായ മുഴുവൻ ശുഹദാക്കളുടെയും ബർക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.